ഞായറാഴ്ചയായിട്ട് ഒരു തട്ടിക്കൂട്ട് മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയുണ്ട്. അപ്പം സവാള വേണം, പച്ചമുളക് വേണം, തക്കാളി 2 വേണം, പിന്നെ എന്താ വെളുത്തുള്ളി അല്ലി വേണം കേട്ടോ. നമുക്കിതെല്ലാം ആദ്യം ഒന്ന് നന്നാക്കി എടുക്കാം. നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അരിഞ്ഞെടുക്കാൻ. സവാള നീളത്തിൽ അരിഞ്ഞെടുക്കുക, പച്ചമുളക് നീളത്തിൽ അരിയാം, വെളുത്തുള്ളി അരിയാം, ഇഞ്ചി വേണേ, പിന്നെ തക്കാളി. ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് കുക്കറിലിട്ട് ഒന്ന് ഒരു വിസിലടുപ്പിക്കണം. അതായത് പെട്ടെന്ന് ഉണ്ടാക്കണ ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ ഒരു ഇത്തിരി വെളിച്ചെണ്ണയും ഉപ്പ് ചേർക്കാം കേട്ടോ. ഒരു ഒറ്റ വിസിൽ മതിയിട്ടാ, അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകില്ലേ. നമുക്കിത് കോഴിമുട്ട എല്ലാം ഒന്ന് കഴുകി നല്ലോണം കഴുകണം കേട്ടോ. ഈ കടയിൽ നിന്ന് കിട്ടണ ഉടനെ കണ്ടോ നിറച്ച് അഴുക്കാണ് അതിലൊക്കെ. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങുമ്പോൾ മുട്ട തൊണ്ട് പൊട്ടാതിരിക്കാൻ ഞാൻ ഉപ്പ് ചേർക്കും കേട്ടോ. ഉപ്പ് ചേർത്തിട്ടാണ് വെള്ളത്തിൽ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ആദ്യം തന്നെ മുട്ട പുഴുങ്ങാം. പിന്നെ ഇതെല്ലാം ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഏതൊക്കെയാണ്? സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി. പിന്നെ വേപ്പില. ഇന്നും പതിവ് പോലെ വേപ്പില ഇല്ല. വേപ്പില നമുക്ക് മേടിക്കാൻ മമ്മി പറഞ്ഞായിരുന്നു കടയിൽ നിന്ന്. ഞാൻ മറന്നുപോയി. ഞാനിപ്പോൾ കടയിൽ പോയി വന്നോളൂ. എന്തായാലും എൻ്റെ തട്ടിക്കൂട്ട് കറി എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ പോകുകയാണ്. കുക്കറിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതായപ്പോൾ ഞാനിപ്പോൾ സവാള അരിഞ്ഞു, ഇഞ്ചി, വെളുത്തുള്ളി ഉണ്ട്, വേപ്പിലയുണ്ട്, പച്ചമുളക്, പിന്നെ തക്കാളി. ഇതെല്ലാവരും കൂടി നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടുപ്പിക്കാം കേട്ടോ. കാരണം അധികം അങ്ങോട്ട് വെന്ത് പോകണ്ട. കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ചേർക്കണം. ചീനച്ചട്ടി ചൂടാക്കിയിട്ട് നമ്മുടെ കുക്കറിൽ നിന്ന് സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വേവിച്ചില്ലേ അത് ചേർത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു ആദ്യം. ഇനിയിപ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ആദ്യം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്താ ഗരം മസാലപ്പൊടി, ഇങ്ങനെ. പിന്നെ കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ നമ്മൾ വഴറ്റിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തീ നിർത്താം കേട്ടോ. ചാറ് നല്ല കുറുകിയിട്ടുണ്ട്. ഇനി മുട്ട പുഴുങ്ങിയത് ചേർത്ത് കഴിഞ്ഞാൽ ഈസി മുട്ടക്കറി റെഡി. അതേ മുട്ടക്കറി റെഡിയായി. അപ്പോൾ എല്ലാവരും സിമ്പിളായിട്ടുള്ള ഈ മുട്ടക്കറി ഒന്ന് പരീക്ഷിച്ച് നോക്ക് കേട്ടോ.